ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർ നാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തിന്റെ വിവരണമാണ് ഈ വീഡിയോ. 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ കണ്ടുകാണുമല്ലോ. ഈ ഭാഗത്തിൽ ശ്രീ എം അദ്ദേഹത്തിന്റെ ദേഹരഹിത യാത്രകളെക്കുറിച്ച് വിവരിക്കുന്നു. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. അമേരിക്കയിലെ ഓറിഗൺ സംസ്ഥാനത്ത് ബ്രിട്ടൻ ബുഷ് ഹോട്ട് സ്പ്രിങ്സിന് സമീപമുള്ള ഒരു ചെറു കുടീരത്തിലാണ് ഈ കുറിപ്പുകൾ ഞാൻ എഴുതുന്നത്. ഒരു കാലത്ത് തദ്ദേശവാസികൾ പുണ്യമായി കണക്കാക്കിയിരുന്ന പ്രദേശത്ത് രൂപം കൊണ്ട പ്രകൃതിയുടെ ശാന്തത മുഴുവൻ ആസ്വദിക്കാവുന്ന ഒരിടമാണ് ബ്രിട്ടൻ ബുഷ്. ജനലിന് പുറത്തേക്ക് നോക്കിയാൽ ആകാശത്തോളം ഉയരുന്ന വൃക്ഷങ്ങളും അകലെ ഒഴുകുന്ന നദിയുടെ മൃദുവായ ശബ്ദവും മനസ്സിനെ പൂർണ്ണമായി മൂടിയെടുക്കും. ഇത് ബ്രിട്ടൻ ബുഷിലേക്കുള്ള എൻ്റെ 8ാമത്തെ സന്ദർശനമാണ്. ഓരോ വർഷവും ചെറിയ കൂട്ടങ്ങളെ ധ്യാനത്തിലേക്ക് നയിക്കാൻ ഞാനിവിടെ എത്താറുണ്ട്. രാത്രികളിൽ ശരീരത്തിൻ്റെ ഭാരമില്ലാതെ അവിടുത്തെ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്നു പോകുന്ന ഒരനുഭവം എനിക്ക് ഏറെ ഇഷ്ടമാണ്. ശ്രദ്ധയോടെ കേട്ടാൽ ഈ ഭൂമിയിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന തദ്ദേശവാസികളുടെ മന്ത്രധ്വനികൾ ഇന്നും വായുവിൽ ലയിച്ചിരിക്കുന്നതായി തോന്നും. അതെല്ലാം പിന്നീടൊരിക്കൽ വിശദീകരിക്കാം. ഇപ്പോൾ എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അസാധാരണ അനുഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. യുക്തിവാദത്തിന്റെ കടുത്ത ചട്ടക്കൂടിൽ മാത്രം നിൽക്കുന്നവർക്ക് അല്പനേരത്തേക്ക് ആ ചിന്തകളൊന്നു മാറ്റിവയ്ക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. നാം കടക്കാൻ പോകുന്നത് സാധാരണ അനുഭവങ്ങളുടെ അതിർത്തികൾക്കപ്പുറമുള്ള ഒരു മേഖലയിലേക്കാണ്. അവിശ്വാസികളെയും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന, എന്നാൽ എല്ലാവർക്കും എളുപ്പത്തിൽ എത്തിപ്പെടാനാകാത്ത ഒരു തലത്തിലേക്ക്. ലക്ഷ്മൺജുലയ്ക്ക് സമീപം ഗംഗയുടെ തീരത്തുള്ള ഒരു ചെറിയ കുടീരത്തിൽ ഞാൻ താമസിച്ചിരുന്ന കാലത്താണ് ശരീരം വിട്ടുള്ള സഞ്ചാരത്തിൻ്റെ ആദ്യ അനുഭവമുണ്ടായത്. ആ സമയത്ത് എൻ്റെ ഗുരു ഏതാനും മാസത്തേക്ക് മുക്തേശ്വറിലേക്ക് പോകുകയാണെന്ന് മാത്രം പറഞ്ഞു. യാത്രയുടെ കാരണങ്ങൾ വിശദീകരിച്ചില്ല. അതിനു മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ഒരു സൂക്ഷ്മ സാധന രീതി ഞാൻ സ്ഥിരമായി അഭ്യസിച്ചിരുന്നെങ്കിലും അതിൽ ശ്രദ്ധേയമായ പുരോഗതിയുണ്ടായിരുന്നില്ല. ഒരു രാത്രി ഉറക്കത്തിലേക്ക് പതുക്കെ വഴുതുമ്പോൾ യാതൊരു പ്രത്യേക ശ്രമവും കൂടാതെ അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു. ഉറക്കം പൂർണ്ണമായി പിടിച്ചെടുക്കുന്നതിന് തൊട്ടുമുമ്പ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞ അവസാന ചിന്ത ഇതായിരുന്നു: ഇപ്പോൾ ഗുരു എവിടെയായിരിക്കും? അല്പമായൊരു ചലനം, ഊഞ്ഞാലാടുന്നതുപോലെ, എവിടെയോ നിന്ന് വലിച്ചിഴയ്ക്കുന്ന ഒരനുഭൂതി. ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ കിടക്കയിൽ കിടക്കുന്ന എൻ്റെ തന്നെ ശരീരം കണ്ടു. അതെൻ്റെ ശരീരം തന്നെയാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് നിമിഷങ്ങളെടുത്തു. കാരണം ആദ്യമായി ഞാൻ എന്നെ തന്നെ ഒരു പുറത്തുനിന്നുള്ള കാഴ്ചയായി കണ്ടിരുന്നു. ഇത് മനസ്സിലായതോടെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ഗുരുവിനെ തേടുക തന്നെയാണെന്ന് തോന്നി. അദ്ദേഹം ഏതെങ്കിലും ഗുഹയിലായിരിക്കുമോ, അതോ മലനിരകളുടെ മറവിലുള്ള അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒളിസ്ഥലങ്ങളിലൊന്നിലോ? ആ ആഗ്രഹം ശക്തമാകുന്നതനുസരിച്ച് ഞാൻ അതിവേഗത്തിൽ ഏതോ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതായി അനുഭവപ്പെട്ടു. ഭൗതിക ശരീരം വിട്ടുള്ള സഞ്ചാരത്തിലാണെന്ന കാര്യം മറന്നതുകൊണ്ട് വഴിയിൽ കണ്ട തടസ്സങ്ങൾക്കരികിലെത്തുമ്പോൾ പോലും സ്വാഭാവികമായി ഞാൻ മാറി നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഞ്ഞു മൂടിയ മലനിരകൾ കാഴ്ചയിൽ തെളിഞ്ഞു. ഞാൻ ഹിമാലയങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയാണെന്ന് ബോധ്യമായെങ്കിലും ഈ പ്രദേശം എനിക്ക് പരിചിതമല്ലായിരുന്നു. പിന്നെ വിശാലമായൊരു തടാകവും മണൽ നിറഞ്ഞ പ്രദേശവും കണ്ടപ്പോൾ അത് മാനസ സരോവരാണെന്ന സംശയം ശക്തമായി. അതിനടുത്ത് കൈലാസപർവ്വതം ദൃശ്യമായതോടെ എൻ്റെ ധാരണ ഉറപ്പായി. ചിത്രങ്ങളിലും വിവരണങ്ങളിലും കേട്ടതുപോലെ തന്നെയായിരുന്നു ആ മഹാപർവ്വതം. കൈലാസത്തിൻ്റെ പാർശ്വത്തിലൂടെ ഒരാഴമുള്ള താഴ്വരയിലേക്കാണ് ഞാൻ ഇറങ്ങിയത്. തീർത്ഥാടന കാലമായതിനാൽ ചിലർ നടന്നു, ചിലർ കുതിരപ്പുറത്ത്, അനവധി പേർ വലം വയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവർക്കെല്ലാം അദൃശ്യനാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എത്തിച്ചേർന്ന താഴ്വരയിൽ ആരുമുണ്ടായിരുന്നില്ല. ഗുരു എവിടെയെന്ന ആശങ്കയോടെ നോക്കുമ്പോൾ പാറയിൽ തുറന്നു കിടക്കുന്ന ഒരു വലിയ ദ്വാരം ശ്രദ്ധയിൽപ്പെട്ടു. അതിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നതിനിടെ ഞാൻ വഴുതി വീണു. ഒരു ഗുഹാമുഖത്തെത്തി. അകത്തുനിന്ന് വയലറ്റ് നിറത്തിലുള്ള ഒരു മൃദുവായ പ്രകാശം പടർന്നിരുന്നു. ഗുഹ അവസാനിക്കുന്നത് വൃത്താകൃതിയിലുള്ള ഒരു വിശാല ഇടത്തിലാണ്. അവിടെ ഒരു പരിശുദ്ധമായ അഗ്നിക്കു സമീപം ഗുരു ശാന്തനായിരിക്കുന്നു. അദ്ദേഹത്തിനെതിർവശത്ത് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു വയോധിക ടിബറ്റൻ സന്യാസിയും. എൻ്റെ ഉള്ളിൽ ഒരാഴത്തിലുള്ള ബഹുമാനം നിറഞ്ഞു. ഞാൻ ഗുരുവിനു മുമ്പിൽ പ്രണാമമർപ്പിച്ചു. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, നിനക്ക് ഇവിടെ എന്നെ കാണാം, പക്ഷേ
മറ്റാർക്കും നിന്നെ കാണാൻ കഴിയില്ല. നീ ഇപ്പോൾ നിന്റെ ഭൗതിക ശരീരത്തിലല്ല. ഞാനത് അംഗീകരിച്ചു. സമീപത്തിരുന്ന സന്യാസിയെ പ്രണമിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് നിന്നെ കാണാൻ കഴിയില്ല, പക്ഷേ നീ പ്രണമിക്കണം, ഗുരു പറഞ്ഞു. സന്യാസിയുടെ മുഖത്ത് അല്പം ആശ്ചര്യം തെളിഞ്ഞു. ഗുരു അദൃശ്യമായ എന്തോ ഒരാളോട് സംസാരിക്കുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നിയിരിക്കണം. വിശദീകരണം കേട്ട ശേഷം അദ്ദേഹം തലകുലുക്കി സമ്മതിച്ചു. ഇരിക്കൂ, ഗുരു പറഞ്ഞു. ഇത് നിന്റെ ആദ്യത്തെ ശരീരം വിട്ടുള്ള യാത്രയാണ്. നിന്റെ പരിശ്രമം ഇതിന് കാരണമായി. എന്നാൽ എന്റെ അനുവാദമില്ലാതെ നീ ഇവിടെ എത്തുമായിരുന്നില്ല. ഇന്ന് നിന്നെ ഇവിടെ വിളിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. അതിനുശേഷം ഗുരു ആ പ്രദേശത്തിന്റെ സംരക്ഷണ ചുമതലയുള്ള സന്യാസിയെക്കുറിച്ചും അതീവ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ഗുഹകളെക്കുറിച്ചും പറഞ്ഞു. ദൂരെയുള്ള നക്ഷത്രമണ്ഡലങ്ങളിൽ നിന്നുള്ള അതിഥികളെക്കുറിച്ചുള്ള പുരാതന വിശ്വാസങ്ങൾ, കൈലാസപർവ്വതവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എല്ലാം അദ്ദേഹം ശാന്തമായി വിശദീകരിച്ചു. ഇനി ഗുരു പറഞ്ഞു, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അനുവാദം ഞാൻ വാങ്ങിയിട്ടുണ്ട്. സന്യാസിയെ പ്രണമിക്കൂ, നമുക്ക് യാത്ര തുടങ്ങാം. മടക്കി വെച്ചിരുന്ന കമ്പളത്തിൽ ബാബാജി ശാന്തമായി വിശ്രമിച്ചതിനു പിന്നാലെ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ സൂക്ഷ്മരൂപം എന്റെ അടുത്തു പ്രത്യക്ഷപ്പെട്ടു. തന്റെ ഭൗതിക ശരീരം ലാമയുടെ കാവലിൽ ഏൽപ്പിച്ച ശേഷം ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ടു നീങ്ങി. ഒരു കാലത്ത് സമൃദ്ധമായിരുന്നെങ്കിലും ഇപ്പോൾ നശിച്ചുപോയ ഒരു പുരാതന നഗര സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ മലഞ്ചെരുവുകൾക്കുള്ളിൽ മറഞ്ഞുകിടക്കുന്ന ഗുഹാസമൂഹങ്ങളിലേക്കാണ് ഞങ്ങൾ എത്തിയത്. വലിയൊരു തുരങ്കത്തിലേക്കായിരുന്നു പ്രവേശനം. യുദ്ധകാലത്ത് നിർമ്മിച്ച അഭയശാലകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കനത്ത ചുമരുകളും ആഴവുമുള്ളത്. അതിനുള്ളിലൂടെ സഞ്ചരിച്ചപ്പോൾ ചെറുഗുഹകളിലേക്ക് പിരിഞ്ഞുപോകുന്ന ഇടനാഴികളോടുകൂടിയ വൃത്താകൃതിയിലുള്ള ഒരു വിശാല ഗുഹയിൽ ഞങ്ങളെത്തി. അവിടം മുഴുവൻ ശാന്തമായൊരു വയലറ്റ് വർണ്ണപ്രകാശം നിറഞ്ഞിരുന്നു. മുകളിൽ കാണുന്ന ചെറിയ വിടവിലൂടെ അരിച്ചിറങ്ങുന്ന ആ പ്രകാശം അന്തരീക്ഷത്തെ അതിമനോഹരമാക്കി. ഗുഹയുടെ ചുമരുകളിൽ ക്രമീകരിച്ചിരുന്ന പളുങ്കുപാത്രങ്ങളിലുടനീളം അന്യമായ രൂപകൽപ്പനയുള്ള ഉപകരണങ്ങൾ നിരന്നുകിടക്കുകയായിരുന്നു. ഈ പ്രകാശം സാധാരണമായതല്ല, ബാബാജി പറഞ്ഞു. ഇവിടെ എത്തിയ അജ്ഞാത സന്ദർശകർ വിട്ടുപോയ ഒരു പ്രത്യേക ഊർജത്തിന്റെ അവശേഷിപ്പാണ് ഇതിന് കാരണമായത്. അതിന്റെ പ്രവർത്തന രഹസ്യം ഇന്നും മനുഷ്യശാസ്ത്രം പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ടില്ല. ഏറെക്കാലം ഇതിന്റെ പ്രകാശം നിലനിൽക്കും. അദ്ദേഹം ചില ഉപകരണങ്ങളിലേക്ക് സൂചിപ്പിച്ചു. ചിലത് സൂക്ഷ്മദർശിനികളെപ്പോലെയും ചിലത് ദൂരദർശിനികളെപ്പോലെയും തോന്നിപ്പിച്ചു. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച അത്യന്തം കൃത്യതയുള്ള ഉപകരണങ്ങളായിരുന്നു അവ. മറ്റു ചില പാത്രങ്ങൾ പൂർണ്ണമായും വായുവൊഴിപ്പിച്ച് അടച്ചവയായിരുന്നു. അവയുടെ ഉള്ളിൽ വെളുത്ത നിറത്തിലുള്ള ചെറു ക്യൂബുകൾ സൂക്ഷിച്ചിരുന്നു. ഇവ ബാബാജി വിശദീകരിച്ചു. അത്യധികം പോഷകമൂല്യമുള്ള ഘടകങ്ങളിൽ നിന്നുണ്ടാക്കിയ ഭക്ഷ്യഘടകങ്ങളാണ്. അതിലെ ഒരണുപോലും മനുഷ്യ ശരീരത്തിന് അതിരുകടന്ന ശക്തിയുള്ളതാണ്. മനുഷ്യകോശങ്ങൾക്ക് അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനാൽ അതിന്റെ ഉപയോഗം അപകടകരമായി തീരും. അടുത്തതായി മിനുക്കമുള്ള വെളുത്ത വസ്തുവിൽ നിർമ്മിച്ച പരന്ന ഡിസ്കുകളടങ്ങിയ ഒരു പാത്രം ഞാൻ ശ്രദ്ധിച്ചു. അവയിൽ രേഖകളും ചിഹ്നങ്ങളും കൊത്തിയിട്ടിരുന്നു, പുരാതന ചിത്രലിപികളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ. മനുഷ്യബുദ്ധിക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാനാകാത്ത ഒരു രഹസ്യഭാഷയായിരുന്നു അത്. പ്രത്യേക രീതികളിലൂടെ വളരെ പരിമിതമായി മാത്രം അതിന്റെ അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവയിൽ പ്രപഞ്ചമണ്ഡലങ്ങളെക്കുറിച്ചുള്ള സൂചനകളും അകലെയുള്ള സംസ്കാരങ്ങളുടെയും ഭൂമിയിലേക്കുള്ള പുരാതന സന്ദർശനങ്ങളുടെയും വിവരണങ്ങളും ഉൾക്കൊള്ളപ്പെട്ടിരുന്നു. ചില മനുഷ്യരെ ദൂരെയുള്ള ലോകങ്ങളിലേക്ക് നയിച്ച് അവരുടെ ബോധകേന്ദ്രങ്ങളെ ഉത്തേജിപ്പിച്ച സംഭവങ്ങളെയും ആ രേഖകൾ സൂചിപ്പിക്കുന്നതായി ബാബാജി പറഞ്ഞു. മറ്റൊരു പാത്രത്തിനുള്ളിൽ വലിപ്പമേറിയ 2 പരന്ന ഡിസ്കുകൾ സൂക്ഷിച്ചിരുന്നതായി ഞാൻ കണ്ടു. ഇവ, ബാബാജി പറഞ്ഞു, അത്യന്തം ശക്തിയുള്ള കാന്തഘടകങ്ങളാണ്. അവ കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് അവരുടെ യാത്ര തടസ്സപ്പെട്ടത്. പകരം ഘടകങ്ങൾ എത്തുന്നതുവരെ അവർ ഇവിടെ തങ്ങേണ്ടി വന്നു. ഇപ്പോഴും ഇവയ്ക്ക് വലിയ ശക്തിയുള്ളതിനാലാണ് ഇത്ര സുരക്ഷയോടെ സൂക്ഷിച്ചിരിക്കുന്നത്. അവസാനം വിശാലമായ മറ്റൊരു ഭാഗത്തേക്കുള്ള ഇടനാഴിയിലൂടെ ബാബാജി എന്നെ നയിച്ചു. അവിടെ സുതാര്യമായ ശവപ്പെട്ടികളിൽ സംരക്ഷിച്ചിരിക്കുന്ന 2 ദേഹങ്ങൾ ഞാൻ കണ്ടു.
ഭൂമിയിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ നശിച്ചുപോയ അത്യപൂർവ ജീവരൂപങ്ങളായിരുന്നു അവ. ഉയരവും സൗന്ദര്യവും നിറഞ്ഞ പാലിന്റെ നിറം ഓർമ്മിപ്പിക്കുന്ന ശരീരം. അവ പുരുഷനോ സ്ത്രീയോ എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്തതായിരുന്നു. രോമരഹിതമായ ശരീരവും ചുളിവുകളില്ലാത്ത മുഖഭാവവും അവയ്ക്ക് അപൂർവമായ ഭംഗി നൽകിയിരുന്നു. അവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ സ്വർണമോ രത്നങ്ങളോ ആണെന്ന് പോലും തിരിച്ചറിയാനാകാത്ത വിധം തിളങ്ങുകയായിരുന്നു. ഇവർ ദ്വിലിംഗ സ്വഭാവമുള്ളവരാണ്, ബാബാജി പറഞ്ഞു. പുരുഷനും സ്ത്രീയും ഒരേ ദേഹത്തിൽ സംയോജിച്ചിരിക്കുന്ന അർദ്ധനാരീശ്വര സങ്കല്പത്തിന് അടിസ്ഥാനം നൽകിയ രൂപങ്ങളെന്നു പറയാം. അല്പനേരത്തെ നിശബ്ദതയ്ക്കു ശേഷം അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിന്നോട് പറയാനുള്ളത് ഇത്രയുമുള്ളൂ. ഇതിലപ്പുറം വെളിപ്പെടുത്താൻ സമയം വന്നിട്ടില്ല. നിനക്ക് മടങ്ങേണ്ട സമയമായിരിക്കുന്നു. നമുക്ക് കുടീരത്തിലേക്ക് പോകാം. ഇനി 1 മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീണ്ടും കാണാൻ കഴിയൂ. അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിച്ചപ്പോൾ ഞാൻ ആഴത്തിലുള്ള ആദരവോടെ ദണ്ഡനമസ്കാരമർപ്പിച്ചു. പിന്നെ ലക്ഷ്മൺ ജുലൈയിലേക്കുള്ള വഴിയിലൂടെ ഞാൻ മടങ്ങി. ആദ്യത്തെ അനുഭവത്തിനു ശേഷമുള്ള ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞാൻ ഭൂമിക്കകത്തും പുറത്തുമുള്ള അനേകം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. സ്വർഗവാസികൾ ജീവിക്കുന്ന അത്യുന്നത ലോകങ്ങളെ കൂടാതെ ഫണസർപ്പങ്ങളും മറ്റു വിചിത്ര ജീവികളും നിറഞ്ഞ ജനസാന്ദ്രമായ അതോ സർപ്പസാന്ദ്രമായതോ ആയ ലോകങ്ങളുൾപ്പെടെ ഞാൻ ദർശിച്ചിട്ടുണ്ട്. നാസ്തികവാദവും ദോഷാനുദർശനവും മാനവചിന്തയെ പരിപൂർണമായി തന്നെ മൂടി നിൽക്കുന്ന ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ എത്ര കുറച്ചു പറയുന്നുവോ അത്രയും നല്ലതായിരിക്കും. ഇനി നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. സൂക്ഷ്മ ശരീരയാത്രയെക്കുറിച്ച് വിവരിക്കുന്ന മറ്റൊരു പുസ്തകവും കൂടി വായിക്കാനിടയായി. ബംഗളൂരുവിൽ നല്ല ഒരു മെഡിറ്റേഷൻ സെന്റർ അന്വേഷിച്ചപ്പോൾ മാനസ ലൈറ്റേജ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തെ അറിയാനായി. അവിടെ വച്ച് ശ്രീ കൃഷ്ണാനന്ദ എഴുതിയ ഡോർവേസ് ടു ലൈറ്റ് എന്ന പുസ്തകവും വാങ്ങാനിടയായി. ശ്രീ കൃഷ്ണാനന്ദയുടെ ഗുരുവായ മഹർഷി അമരയുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഇതിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ ഈ ലോകത്തിന്റെ ക്ഷേമത്തിനായി പുരാതന ഋഷികളുടെ കൂടെ സൂക്ഷ്മ ശരീരത്തിൽ പ്രവർത്തിച്ചതായി പറയുന്നു. ഗുരുജിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ വച്ച് ഡോക്ടർമാർ അനസ്തേഷ്യ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സൂക്ഷ്മ ശരീരയാത്ര ചെയ്തതും സപ്തർഷികളെ സന്ദർശിച്ചതും സൂര്യദേവനെ കണ്ടതും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം. പുണ്യാത്മാക്കളെ, നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.